സംസ്ഥാനത്ത് ക്രമാനുഗതമായി പകൽ ചൂട് ഉയരുമ്പോൾ ഹൈറേഞ്ചിലെ കർഷകർ വലിയ ആശങ്കയിലൂടെയാണ് കടന്നുപോകുന്നത്. ഏതാനും വേനൽ മഴ ലഭിച്ചെങ്കിലും പകൽ സമയത്തെ ഉയർന്ന ചൂട് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാവുകയാണ്. നിലവിലെ സ്ഥിതി തുടർന്നാൽ ഏലം കൃഷിയടക്കം വേനൽ പ്രതികൂലമായി ബാധിക്കും. വേനൽ കനത്തതും പകൽ സമയത്തെ ഉയർന്ന ചൂടും ഹൈറേഞ്ചിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുകയാണ്. വേനൽ കനക്കുന്നത് വളരെ ആശങ്കയോടെയാണ് കർഷകർ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ മാസവും ഈ മാസവുമായി ഏതാനും ദിവസങ്ങളിൽ വേനൽ മഴ ലഭിച്ചുവെങ്കിലും കാർഷിക മേഖലയുടെ മുമ്പോട്ട് പോക്കിന് ഈ മഴ പര്യാപ്തമായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. പകൽ സമയത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയാണ് കർഷകരെ വലയ്ക്കുന്നത്. മഴ പെയ്താലും മറ്റു മാർഗങ്ങളിലൂടെ കൃഷിക്ക് നന നൽകിയാലും മണ്ണ് വളരെ പെട്ടെന്ന് വരണ്ടുണങ്ങുന്നത് കാർഷിക മേഖലയ്ക്ക് വെല്ലുവിളിയാകുന്നു. കൃഷിയിടങ്ങളിൽ നിന്ന് ജലാംശവും ഈർപ്പവും വളരെ പെട്ടെന്ന് നഷ്ടമാകുന്ന സ്ഥിതിയുമുണ്ട്. കൃത്യമായി ജലലഭ്യത വേണ്ടുന്ന ഏലമടക്കമുള്ള കൃഷികളെയാണ് കടുത്ത വേനൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. വെള്ളത്തിന്റെ ലഭ്യത തീരെയില്ലാത്ത ഇടങ്ങളിൽ കർഷകരുടെ ഏലം കൃഷി കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. 2024 വരൾച്ചയ്ക്ക് സമാന സാഹചര്യത്തിലേക്ക് വേനൽ നീങ്ങുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നു. പകൽ ചൂടും വേനലും ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ജലലഭ്യത കുറഞ്ഞതും കാർഷിക മേഖലയെ പരുങ്ങലിലാക്കുന്നു. 2026 മഴ കുറയുമെന്ന റിപ്പോർട്ടുകളും കാർഷിക മേഖലയ്ക്ക് ആശങ്ക പകരുന്നതാണ്. വേനൽ മഴയ്ക്കൊപ്പം കാലാവർഷം കൂടി ദുർബലമായാൽ കാർഷിക മേഖലയിൽ വലിയ ഉണക്ക് സംഭവിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അധിക നാൾ മുന്നോട്ട് പോകാനാവില്ലെന്നും ഹൈറേഞ്ചിലെ കർഷകർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.